കേരളത്തിലെ വളർത്തുമൃഗങ്ങളുള്ള വീട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്ക ദൂരയാത്രകളിൽ ഇവരെ സുരക്ഷിതമായി എങ്ങനെ എത്തിക്കുമെന്നായിരിക്കും അല്ലേ? സ്വകാര്യ വാഹനങ്ങളിലെ യാത്രയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ മൃഗങ്ങളെ നമുക്ക് യാത്രാവേളകളിൽ കൂടെ കൂട്ടാം. ഒരു പരിധിവരെ ബസ്സിലും ട്രെയിനിലും സുരക്ഷിതമായ മാർഗങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്നവരുണ്ട്. എന്നാൽ കടൽ കടന്നു പോകണമെങ്കിൽ എന്തു ചെയ്യും? ഈ ആശങ്കയ്ക്ക് പരിഹാരമാണ് ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കണ്ടത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആദ്യ യാത്രക്കാരിയായ വളർത്തുമൃഗമായി 1 വയസ്സുള്ള ഇവ പറന്നിറങ്ങി. മിക്സഡ് ബ്രീഡ് പൂച്ചയായ ഇവയുടെ വിമാനയാത്ര സാധിക്കപ്പെട്ടത് സിയാലിന്റെ കീഴിൽ പുതുതായി ലഭിച്ച ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സർട്ടിഫിക്കറ്റ് വഴിയാണ്. അങ്ങനെ ദോഹയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI 954 സുരക്ഷിതമായി ഇന്ന് പകൽ 10:20 ഇവ കേരളത്തിലെത്തി. തൃശൂരിലെ ചേലക്കര സ്വദേശിയായ K രാമചന്ദ്രന്റെ വളർത്തു മൃഗമാണ് ഇവ. ഇവയെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സഹായിച്ച വിമാനത്താവളത്തിന്റെ സേവനത്തിന് നന്ദി പറഞ്ഞ രാമചന്ദ്രൻ കസ്റ്റംസ്, ഇമിഗ്രേഷൻ കടമ്പകൾ അനായാസം കടന്നുവെന്നും വ്യക്തമാക്കി. വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും അനുമതിയുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമാണ് സിയാൽ. ജൂലൈയിലാണ് ആദ്യമായി വളർത്തുമൃഗങ്ങളെ എക്സ്പോർട്ട് ചെയ്യുന്ന സംവിധാനം സിയാൽ അവതരിപ്പിച്ചത്. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ എക്സ്യൂസ് അനുമതി ലഭിച്ചതോടെ പെറ്റ് സ്റ്റേഷൻ, വെറ്റിനറി സേവനങ്ങൾ, ക്വാറന്റൈൻ സേവനങ്ങൾ ഉൾപ്പെടെ പുതിയ സൗകര്യങ്ങൾ സിയാൽ ലഭ്യമാക്കുന്നു. ശനിയാഴ്ച മറ്റൊരു വളർത്തുമൃഗത്തെ കൂടി വിമാനത്താവളം വഴി കൊണ്ടുവരുന്നുണ്ട്. ബെൽജിയത്തിൽ നിന്നുള്ള ഒരു നായയെയാണ് കൊണ്ടുവരുന്നത്. വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നതിനും കയറ്റി അയക്കുന്നതിനും താല്പര്യമുള്ളവർക്ക് എയർലൈനുമായോ ഏജൻസിയുമായോ ബന്ധപ്പെടാവുന്നതാണ്.